മുഅ്മിനീങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത്. ഇനി 12ാമത്തേത് ഏതാണ്? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അത്തഖറബു ഇലല്ലാഹി തആല. 12ാമത്തെ സ്വലാത്തിന്റെ പുണ്യമാണ് പറയുന്നത്. അത്തഖറബു ഇലല്ലാഹി തആല, അല്ലാഹുവിലേക്ക് അടുക്കാൻ സ്വലാത്ത് കൊണ്ട് സാധിക്കുമെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്തഖറബു ഇലല്ലാഹി തആല, അല്ലാഹുവിലേക്ക് അടുക്കാൻ സാധിക്കുക, അല്ലാഹുവിലേക്ക് അടുക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുദ്സിയായ ഹദീസിലൂടെ പറയുന്നുണ്ടല്ലോ, രണ്ട് രൂപത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിലേക്ക് അടുക്കാൻ സാധിക്കുന്ന രണ്ട് രൂപത്തിലാണ്. ഒന്ന്, സുന്നത്ത് അധികരിപ്പിക്കുക. ഫർള് നമ്മളൊക്കെ ബാധ്യതയാണ്. നിസ്കാരം, നോമ്പ്, ഹജ്ജ്, ഇതൊക്കെ നമ്മൾ നിർവഹിക്കേണ്ട ബാധ്യതകളാണ്, സകാത്ത് തുടങ്ങിയതൊക്കെ. എന്നാൽ ഒരു മനുഷ്യന് ഈ ഫർള് കൊണ്ടൊന്നും അല്ലാഹുവിലേക്ക് അടുക്കാൻ കഴിയില്ല. അത് ബാധ്യത നിർവഹിക്കലാണ്, അത് ഫർള് നിർവഹിക്കലാണ്. തഖറബ്, അല്ലാഹുവിലേക്കുള്ള ഒരു അടുപ്പം കിട്ടണമെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുദ്സിയായ ഹദീസിലൂടെ പറയുന്നുണ്ട്, അതിന് സുന്നത്തുകൾ അധികരിപ്പിക്കണം. സുന്നത്ത് നിസ്കാരങ്ങള്, അതുപോലെ സുന്നത്ത് നോമ്പുകള്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തുകള്, താടി വെക്കല്, തലമറക്കല്, വെള്ളധരിക്കല്, അത് ഇങ്ങനെയുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരുപാട് സുന്നത്തുകളുണ്ടല്ലോ. ആ സുന്നത്തുകൾ ദായിമാക്കുകയും കഴിവിന്റെ പരമാവധി സുന്നത്തുകൾ അധികരിപ്പിക്കുകയും ചെയ്യുമ്പോഴാണ് ഒരു മനുഷ്യന് അല്ലാഹുവിലേക്ക് കൂടുതൽ അടുക്കാൻ കഴിയുന്നത്. ഒരു മനുഷ്യന് കൂടുതൽ അല്ലാഹുവിലേക്ക് അടുക്കാൻ കഴിയുന്നത്. രണ്ടാമത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, കസറത്തുസ് സ്വലാത്ത് അലയ്യ, എന്റെ മേൽ സ്വലാത്ത് അധികരിപ്പിക്കുമ്പോഴാണ്. സ്വലാത്ത് ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ അധികരിക്കുമ്പോൾ, ധാരാളമായി സ്വലാത്ത് ഇങ്ങനെ ചൊല്ലുമ്പോൾ, ആ മനുഷ്യൻ ഓട്ടോമാറ്റിക് ആയിട്ട് പടച്ചറപ്പിലേക്ക് ഇങ്ങനെ അടുക്കും. അവന്റെ ഖൽബ് ഇങ്ങനെ, ഹൃദയം എപ്പോഴും അല്ലാഹുമായിട്ട് ബന്ധപ്പെടും. അവന്റെ ഹൃദയത്തിൽ അല്ലാഹ് എന്ന ചിന്ത ഇങ്ങനെ കടന്നു വരും. ഏത് സമയത്തും പടച്ച തമ്പുരാന് വേണ്ടി എന്തെങ്കിലുമൊക്കെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യണമെന്നൊരു ചിന്ത അവന്റെ മനസ്സിലേക്ക് ഇങ്ങനെ കടന്നു വരും. ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ഇത് അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി ഞാൻ ചെയ്യുന്നു എന്നുള്ള ഒരു ചിന്ത അവന്റെ മനസ്സിലേക്ക് കടന്നു വരും. അതൊരു മനുഷ്യൻ അല്ലാഹുവിലേക്ക് അടുക്കുന്നു എന്നുള്ളതിന്റെ ലക്ഷണമാണ്. ഒരു മനുഷ്യൻ പടച്ചറപ്പിലേക്ക് അടുക്കുന്നു എന്നുള്ളതിന്റെ ലക്ഷണം, ഓൻ ഏത് കാര്യം ചെയ്യുമ്പോഴും അതിൽ അല്ലാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിക്കും. അവനക്ക് ദുന്യവിയായ ഒരു നേട്ടവും അവൻ അതുകൊണ്ട് ഉദ്ദേശിക്കൂല, അവൻ അതുകൊണ്ട് ആഗ്രഹിക്കൂല. അവന്റെ ലക്ഷ്യം എല്ലാം ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ, ചെയ്യുന്നതെല്ലാം അല്ലാഹുവിന്റെ മാർഗത്തിൽ എന്നുള്ള ആ ഒരു ചിന്തയായിരിക്കും. അത് എന്ത് ചെറുതും വലുതുമായ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അത് അല്ലാഹുവിലുള്ള ആ ഒരു മുറാദ്, അല്ലാഹുവോടുള്ള ലക്ഷ്യം, അല്ലാഹുവോടുള്ള താല്പര്യം, അല്ലാഹുവോടുള്ള വല്ലാത്തൊരടുപ്പം, ഇതായിരിക്കും ഒരു മനുഷ്യന് അല്ലാഹുവിലേക്ക് അടുക്കുക എന്നുള്ളതിന്റെ ലക്ഷണം. അവന് കൂടുതൽ കൂടുതൽ സ്വലാത്ത് ഇങ്ങനെ അധികരിപ്പിക്കുമ്പോൾ അവർക്ക് അല്ലാഹുവിലേക്ക് ധാരാളമായി അടുക്കാൻ സാധിക്കുമെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തുകൾ ധാരാളം അധികരിപ്പിക്കുക, സ്വലാത്തുകൾ അധികരിപ്പിക്കുക. ഇത് അല്ലാഹുവിലേക്ക് അടുക്കാനുള്ള ഒരു തൗഫീഖാണ്, അല്ലാഹുവിലേക്ക് അടുക്കാനുള്ള ഒരു സബബാണെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് റസൂലുള്ളാഹി തങ്ങളൊക്കെ സ്വലാത്ത് വുളൂ ദായിമാക്കിയവരായിരുന്നു. റസൂലുള്ളാഹി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് വുളൂ ദായിമാക്കിയവർ. ഒരിക്കൽ പോലും അവിടുന്ന് വുളൂ മുറിയുന്ന ഒരു സന്ദർഭം ഉണ്ടായിട്ടില്ല. രാത്രി ഇങ്ങനെ തഹജ്ജുദ് നിസ്കരിക്കുമ്പോൾ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി മഹാനായ റസൂലുള്ളാഹി ശൈഖ് റളിയല്ലാഹു അൻഹു പിഴപ്പിക്കാൻ തീരുമാനിച്ചു. ഒന്ന് വഴി പിഴപ്പിക്കണം. ഇയാളിങ്ങനെ തഹജ്ജുദ്, മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു സ്വഭാവമുണ്ട്, ഇശാനിസ്കാരം കഴിഞ്ഞ് അതിന്റെ റവാത്തിബും കഴിഞ്ഞാല് വേഗം കിടന്നുറങ്ങും. എന്നിട്ടോ ഒന്ന് ഉറക്കം ഉറപ്പായി കഴിഞ്ഞാൽ പിന്നെ എണീക്കും. എണീറ്റിട്ട് പിന്നെ തഹജ്ജുദ് നിസ്കാരമാണ്.
വിത്റിന്റെ നിസ്കാരത്തിനുള്ള സമയം എത്തുന്നത് വരെ നീണ്ട തഹജ്ജുദ് നിസ്കാരമാണ്. തഹജ്ജുദ് നിസ്കാരം അതിങ്ങനെ മുറിയാതെ നിസ്കരിച്ചുകൊണ്ടേയിരിക്കും, മുറിയാതെ തഹജ്ജുദ് നിസ്കരിക്കും. ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി പിഴപ്പിക്കാൻ തീരുമാനിച്ചു. എങ്ങനെ പിഴപ്പിക്കുന്നത്? മഹാനവറുകൾ 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിച്ച് സലാം വീട്ടുമ്പോ അറിയാതെ ഉറക്കം ഇങ്ങനെ ഇബ്ലീസ് ഉറക്കം ഇട്ടുകൊടുത്തു. അങ്ങനെ ആ ഉറക്കത്തില് ജനാപത്തുണ്ടാകും, സ്വപ്നസ്ഖലനം സംഭവിക്കും. അതുവഴി ജനാപത്തുണ്ടാകും. വെള്ളം ഐസായി ഉറച്ചു പോകുന്ന തണുപ്പുള്ള രാത്രിയാണ്. തങ്ങള് വെള്ളത്തടാകത്തിലേക്ക് ഇറങ്ങിയിട്ട് ആ തണുപ്പുള്ള രാത്രിയിൽ, വെള്ളം ഐസായി പോകുന്ന ആ രാത്രിയിൽ ജനാപത്ത് കുളിക്കും. ജനാപത്ത് കുളിച്ചിട്ട് വീണ്ടും വന്നിട്ട് വുളു എടുത്തിട്ട് വീണ്ടും വന്ന് തഹജ്ജുദ് നിസ്കാരം തുടങ്ങും. കുറച്ച് നിസ്കരിക്കുമ്പോ വീണ്ടും മഹാനവറുകൾ അറിയാതെ ഉറങ്ങിപ്പോകുമ്പോ വീണ്ടും ആ ഉറക്കത്തിൽ ജനാപത്ത് സംഭവിക്കും. ഇങ്ങനെ ഒരു രാത്രിയിൽ 40 തവണ ജനാപത്ത് സംഭവിച്ചു എന്നാണ് പറയുന്നത്. ഒരു രാത്രിയിൽ 40 തവണ ജനാപത്ത് സംഭവിച്ചു. ആ 40 തവണയും ഈ തണുത്തുറഞ്ഞ വെള്ളത്തിൽ കുളിച്ചിട്ട് വുളൂദായിമാക്കുകയും നിസ്കാരം തുടരുകയും ചെയ്തു എന്നാണ്. അപ്പൊ സുന്നത്തുകൾ ഇങ്ങനെ ദായിമാക്കുക, അധികരിപ്പിക്കുക, അത് അല്ലാഹുവിലേക്ക് അടുക്കാനുള്ള ഒരു സബബാണ്. അതുപോലെ സ്വലാത്ത് അധികരിപ്പിക്കുക, അത് അല്ലാഹുവിലേക്ക് അടുക്കാനുള്ള ഒരു സബബാണ്. ഇനി 13ാമത്തെ കാര്യം, അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നൈലുൽ മുറാദി ഫിദ്ദുനിയാ വൽ ആഖിറ. ദുനിയാവിലും ആഖിറത്തിലും എന്തെങ്കിലുമൊക്കെ കാര്യം മുറാദ് ഹാസിലാവാനുണ്ടെങ്കിൽ, ഒരു കാര്യം നേടിയെടുക്കാനുണ്ടെങ്കിൽ, ഒരാഗ്രഹം സഫലമാവാനുണ്ടെങ്കിൽ, ഒരാവശ്യം പൂർത്തിയായി കിട്ടാനുണ്ടെങ്കിൽ സ്വലാത്ത് അധികരിപ്പിക്കുക. നമുക്ക് ദുന്യവിയോ ഉഖറവിയോ ആയ ഒരു കാര്യം നേടിയെടുക്കാണ്ട്, ഒരു മുറാദ് ഹാസിലാവാണ്ട്, ഒരു പരീക്ഷയ്ക്ക് പാസ്സാവാനുണ്ട്, അതല്ലെങ്കിൽ ഇന്റർവ്യൂവിൽ പാസ്സാവാനുണ്ട്, അതല്ലെങ്കിൽ മറ്റൊരു കാര്യം നേടിയെടുക്കാനുണ്ട്, എന്നാൽ അത് ആ നീയത്ത് മനസ്സിൽ വെച്ചുകൊണ്ട് സ്വലാത്ത് അധികരിപ്പിച്ചിട്ട് പടച്ച തമ്പുരാനോട് ദുആ ചെയ്താൽ ആ മുറാദ് ഹാസിലാകുമെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി 14ാമത്തേത് ഏതാണ്? സബബുൻ ഫീ ഫത്ഹി അബ്വാബിർ റഹ്മാ. അല്ലാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങാനുള്ള, അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ ബാബ് തുറക്കാനുള്ള കാരണമാണ് സ്വലാത്ത്. അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ ബാബ് തുറക്കുക. അല്ലാഹു തരുന്ന ഏറ്റവും വലിയ റഹ്മത്ത് 2 എണ്ണമാണ്. ഒന്ന്, ഇബാദത്ത് ചെയ്യാനുള്ള ഒരു തൗഫീഖ്. 2, ഹറാമിൽ നിന്ന് മാറി നിൽക്കാനുള്ള തൗഫീഖ്. ഇത് 2മാണ് അല്ലാഹു തരുന്ന ഏറ്റവും വലിയ റഹ്മത്ത്. പടച്ച റബ്ബ് അവന്റെ അടിമകൾക്ക് നൽകുന്ന ഏറ്റവും വലിയ റഹ്മത്ത് എന്ന് പറയുന്നത്, ഒന്ന് ഇബാദത്ത് അധികരിപ്പിക്കുക. ഫർള് നിസ്കാരം അതിന്റെ അവ്വല് വക്തില് ജമാഅത്തായി റവാത്തിബുൽ സഹിതം പതിവായി നിസ്കരിക്കാൻ സാധിക്കുക. അത് പള്ളിയിൽ വെച്ച് നിസ്കരിക്കാൻ സാധിക്കുക. അത് അല്ലാഹു കൊടുക്കുന്ന വല്ലാത്തൊരു റഹ്മത്താണ്. അത് പടച്ചോൻ തരുന്ന വല്ലാത്തൊരു റഹ്മത്താണ്. അതുപോലെ ഹറാമ് ചെയ്യാനുള്ള എല്ലാ അവസരവും മുന്നിലുണ്ട്. പടച്ചോനെ പേടിച്ചിട്ട്, റബ്ബേ, ഞാൻ ഈ ഹറാമ് ചെയ്യുന്നത് ആരെ മുമ്പെന്ന് മറച്ചു വെച്ചാലും യജമാനനായ പടച്ച റബ്ബിന്റെ മുമ്പെന്ന് മറച്ചു വെക്കാൻ കഴിയില്ലല്ലോ എന്ന് ചിന്തിച്ചിട്ട് ഹറാമിൽ നിന്ന് മാറി നിൽക്കാൻ സാധിക്കുക. ഇത് അല്ലാഹു തരുന്നൊരു റഹ്മത്ത്. ഇതാണ് ഏറ്റവും വലിയ 2 റഹ്മത്ത് അല്ലാഹു തരുന്ന. ഇബാദത്തിനുള്ള തൗഫീഖ്, ഹറാമിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള തൗഫീഖ്. ഇത് 2ഉം അല്ലാഹു തരുന്ന ഏറ്റവും വലിയ റഹ്മത്തുകളാണ്. സ്വലാത്തിലൂടെ ഈ റഹ്മത്തിന്റെ ബാബ് അല്ലാഹു തുറന്നു തരുമെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി 15ാമത്തേത്, ദലീലുൻ സ്വാദിഖുൻ അലാ മഹബ്ബത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹബ്ബത്ത് ലഭിക്കാൻ സ്വലാത്ത് കാരണമാണ്. റസൂലുള്ളാഹിന്റെ മഹബ്ബത്ത് ലഭിച്ചാൽ അല്ലാഹുവിന്റെ മഹബ്ബത്ത് ലഭിക്കും. സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാൾക്ക് അല്ലാഹുവിന്റെയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹബ്ബത്ത് ലഭിച്ചോ അവർക്ക് പിന്നെ നരകം ഹറാമാണ്. പരിശുദ്ധ റസൂൽ
സല്ലല്ലാഹു അലൈഹി വസല്ലം അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം പറയുന്നുണ്ടല്ലോ. അനസ് റളിയല്ലാഹു അൻഹു അല്ലാതെ അബ്ദുല്ലാഹ് ഇബ്നു ജാബിർ റളിയല്ലാഹു അൻഹു ആണെന്ന് മറ്റൊരു ചില റിപ്പോർട്ടുകൾ കാണാം. അതല്ല നാഫിഅ് റളിയല്ലാഹു അൻഹു ആണെന്ന് വേറെ ചില റിപ്പോർട്ടുകളിൽ കാണാം. ഏതായാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സേവനം ചെയ്തുകൊണ്ടിരുന്ന ഒരു സ്വഹാബി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എപ്പോഴും ഖിദ്മത്ത് എടുത്തിരുന്ന ഒരു സ്വഹാബി ഒരു ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു, നബിയേ, ഞാനിന്ന് വീട്ടിൽ പോയി ഭാര്യയെയും മക്കളെയും കണ്ടുവരട്ടെയോ? ഒന്ന് വീട്ടിൽ പോയിക്കോട്ടെ, ഭാര്യ മക്കളെ ഒന്ന് കണ്ടു വന്നോട്ടെ എന്ന് ചോദിച്ചു. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സന്തോഷത്തോടെ സമ്മതം കൊടുത്തു. ആ സ്വഹാബി വീട്ടിലേക്ക് തിരിച്ചു. യാത്ര മധ്യത്തിൽ